അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ജ്യൂസിൻ്റെ വീഡിയോയുമായിട്ടാണ്. അപ്പം നമുക്കിത് ചൂടുകാലത്ത് തണുപ്പോടു കൂടിയും മഴക്കാലത്ത് ചൂടോടും കൂടി കുടിക്കാൻ പറ്റിയ ജ്യൂസാണ് ഇട്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ജ്യൂസ് അധികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 2 ഗ്ലാസ് എടുക്കുന്നത്. നമുക്ക് കുറച്ച് മതിങ്ങി 1 ഗ്ലാസ് എടുത്താൽ മതി. ഒരു 200 ഗ്രാമൊക്കെ ഉണ്ടാവും ഞാനെടുത്ത 1 ഗ്ലാസ്. അപ്പോൾ ഇത് അധികം വേണം, അതുകൊണ്ടാണ് ഞാൻ 2 ഗ്ലാസ് എടുത്തത്. ഇനി നന്നൊന്ന് പാറ്റി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പം നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു നന്നായിട്ട് തിളച്ച ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തി വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്താതെ പച്ചവെള്ളത്തിൽ കുതിർത്തിയിട്ട് ഇതിന് മുമ്പ് ഒരു ജ്യൂസ് അടിച്ചിട്ട് ആപ്പിളൊക്കെ ചേർത്തിട്ട് അത് നല്ല സൂപ്പറാണ്. അത് പാലൊന്നും ചേർക്കാതെയാണ് ഞാൻ ചേർത്തത് ഉണ്ടാക്കിയത്. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള കാരണം ഉണ്ടാക്കണതിന് അരമണിക്കൂർ മുമ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്തിയതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്തിയിടാം. അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം വേണമെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഉച്ചക്കൊക്കെ വെള്ളത്തിൽ കുതിർത്തിയിട്ടാൽ മതി. അപ്പോൾ ചൂടുവെള്ളം വേണമെന്നില്ലേ. അപ്പോൾ ഇത് നന്നായിട്ട് കൈകൊണ്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പിഴിഞ്ഞിട്ട് ശരിയാവണില്ല. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിക്കുകയാണ്. അപ്പോൾ അരക്കണ ജാറിലിടരുത്, ജ്യൂസ് അടിക്കുന്ന ജാറിലിട്ട് ഒരുപാട് നേരം അടിക്കരുത്. 1-2 പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരുപാട് പ്രാവശ്യം അരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് അരിച്ചെടുക്കാൻ പാടാണ്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് നേരിട്ട് അരച്ചില്ല, അതുകൊണ്ട് അരിപ്പയിലിട്ട് അരച്ചെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പം അധികം അരഞ്ഞു പോകാതെ നോക്കണം. അപ്പോൾ ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് പിഴിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പം ബാക്കി അതിൻ്റെ പൾപ്പും കൂടി നമുക്ക് കിട്ടും. ഇനി കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി ഞാനിതേപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. നമുക്ക് ഒരുവിധം നല്ലൊരു കട്ടിയായിട്ടുള്ള നുറുക്ക് ഗോതമ്പിൻ്റെ പൾപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പാല് ചേർക്കാതെയും ഏലക്ക മാത്രം ഇട്ടിട്ട് അടിച്ച് കുടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിഴിഞ്ഞെടുത്ത ബാക്കി അതിൻ്റെ നുറുക്ക് ഗോതമ്പ് ഒന്നും കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ച് പിഴിഞ്ഞെടുക്കുകയാണ്. പരമാവധി അതിൻ്റെ പൾപ്പ് പിഴിഞ്ഞെടുക്കാൻ നിർത്താണ്. പക്ഷെ അത് ഇരട്ടി പണിയായിട്ടോ. അത് വീണ്ടും അടിച്ചപ്പോൾ നന്നായിട്ട് അരഞ്ഞു പോയി. അപ്പോൾ അരിച്ചെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്ത ബാക്കി നുറുക്ക് ഗോതമ്പ് വീണ്ടും അടിച്ചെടുക്കാൻ നോക്കണ്ട കേട്ടോ. നല്ല പാടാർന്ന് അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു പോയി ഇത്. അപ്പോൾ ഒരുപാട് സമയം എടുത്താണ് അരിച്ചെടുത്തത്. അപ്പോൾ ഒന്നും കൂടി ലൂസാവുകയും ചെയ്ത് ജ്യൂസ്. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് 1-2 പ്രാവശ്യം മിക്സിയിലിട്ട് അടിച്ചെടുക്കണത് മതി. പിന്നെ ബാക്കിയുള്ളത് എടുക്കാതിരിക്കണതാണ് നല്ലത്. അത് നമുക്ക് വേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്നും കൂടി വീണ്ടും അരിച്ചെടുക്കുകയാണ്. കുറച്ചൊക്കെ നുറുക്ക് ഗോതമ്പ് അതിലേക്ക് വീണിട്ടുണ്ടാവും. ഇപ്പോൾ ഏകദേശം ഈ നുറുക്ക് ഗോതമ്പ് ജ്യൂസിന് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടോടെ കുടിക്കണമെങ്കിൽ പാല് തിളപ്പിച്ച് ചൂടോടെ അതിലേക്ക് ഒഴിക്കുക, ഏലക്ക പൊട്ടിച്ച് ഇടുക, പഞ്ചസാര ഇടുക,
പിന്നെ നമുക്കെന്തെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കണമെങ്കിൽ അതിട്ട് കൊടുക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ചൂടോടെയും കുടിക്കാൻ പറ്റും, തണുപ്പോടെയും കുടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തണുപ്പിച്ചാണ് കുടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഏലക്ക കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, പഞ്ചസാര കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വീണ്ടും എല്ലാം കൂടി ഇട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ പാലും ഏലക്കയും പഞ്ചസാരയും പിന്നെ നമ്മൾ ഇതിലെന്ത് വെജിറ്റബിളാണ് ഫ്രൂട്ട്സാണ് ചേർക്കണമെന്ന് വെച്ചാൽ അതെല്ലാം അടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാനെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിന് പാൽ ഒരുപാടൊന്നും വേണമെന്നില്ല, കുറച്ച് പാലായാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് പാലൊഴിച്ച് കൊടുക്കണുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് ചെറിയൊരു ബീറ്റ്റൂട്ട് വേവിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ വീണ്ടും ഒന്ന് അരിച്ചെടുക്കണമെന്നുള്ളൂ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ബീറ്റ്റൂട്ടിന് പകരം ക്യാരറ്റ് വേവിച്ചിട്ടും ഇടാം കേട്ടോ. എങ്ങനെയായാലും നല്ല ഫ്ലേവറാണിത്. അപ്പോൾ ഞാനിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആപ്പിൾ കൂട്ടിയിട്ട് അടിച്ച ഒരു ജ്യൂസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പാലൊന്നും ചേർക്കാതെയാണ്, പിന്നെ ചൂടുവെള്ളത്തിലല്ല പച്ചവെള്ളത്തിൽ കുതിർത്തിട്ടും ഉണ്ടാക്കിയതാണ്. അത് നല്ല ഫ്ലേവറായിരുന്നു. ഇപ്പോൾ ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കുകയാണ്. ബീറ്റ്റൂട്ട് ഇട്ടടിച്ചത് കൊണ്ടൊന്ന് അരിച്ചെടുക്കുകയാണ്, അല്ലെങ്കിൽ അരിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് ആർക്കെങ്കിലും കുടിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല കേട്ടോ ഇത് നുറുക്ക് ഗോതമ്പ് ജ്യൂസാണെന്ന്. അപ്പോൾ ചെറിയൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നുറുക്ക് ഗോതമ്പ് ആയതുകൊണ്ട് ചെറിയൊരു പച്ചവെള്ളം ചുക പോലെ ഉണ്ടാവും. ഇപ്പോൾ ഒരു നുള്ളും കൊണ്ട് ഉപ്പിട്ടെടുത്ത് കഴിഞ്ഞാൽ ഒരു മധുരം ബാലൻസ് ചെയ്തെന്നോളും. അപ്പോൾ ഞാനിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇതിലേക്ക് പഴം, ആപ്പിൾ, മാങ്ങ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. അപ്പം നുറുക്ക് ഗോതമ്പൊക്കെ വെറുതെ ഇരിപ്പുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പം ഞാനെൻ്റെ മോൾക്ക് ഇത് കുടിക്കാൻ കൊടുക്കുകയാണ്. അപ്പോൾ അവൾ എന്തെന്നാ പറയണതെന്ന് നോക്കാം കേട്ടോ. അവൾ അറിഞ്ഞിട്ടില്ല നുറുക്ക് ഗോതമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണേന്ന്. അപ്പോൾ ഇരുന്ന് ടി വി കാണാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതൊന്ന് കുടിക്കാൻ കൊടുക്കുകയാണ്. കുടിച്ചോക്കി. എന്ത് ജ്യൂസാന്ന് പറ. എന്താ അതിൻ്റെ ടേസ്റ്റ് അറിയാം? അതേപോലത്തെ ടേസ്റ്റാണ്. കുടിക്ക്, കുടിച്ചേക്കാൻ പറയാ. നല്ലതാണോ? സൂപ്പറാണോ? എന്നാ പറയട്ടെ, നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ജ്യൂസ്. അറിയോ നുറുക്ക് ഗോതമ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടായില്ലേ? അറിയോ? ആ, പറഞ്ഞില്ലേ കുഴപ്പമില്ലല്ലോ, അറിഞ്ഞില്ലല്ലോ. അതാണ് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ജ്യൂസ്. ഇപ്പം മനസ്സിലായോ? അത് പൊട്ടിപ്പോട്ടാ.